floor in the crowd yet alone. The music in my heart brings a loved up tone. Would you let me sing my love? I drifted through the night, you're the star in my sight. The moment makes it right for me and you. Would you let me sing my love? My heart snaps in two, baby, looking at you. Gadi, sorry, gadi, sorry, gadi, sorry, gadi, sorry, gadi. The music slows down, my sweetheart dancing with you. Oh, the sorry, gadi, gadi, sorry, gadi, sorry, gadi, sorry, gadi. ഇനി ഒരു നാളും പിരിയാതെ ഒഴുകണം ഒരു മനമോടെ ഒന്നായി എന്നും നമ്മുടെ ആൻവി കുട്ടിയുടെ ചോറിനോടനുബന്ധിച്ചുള്ള ഒരു ഫംഗ്ഷനിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നടരാജൻ ശാന്ത ദമ്പതികളുടെ മകനായ സോംജിയുടെ മകളായ അമൃതയുടെ ഹാപ്പി ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അമൃതയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ശാന്ത ചേച്ചിയും അമൃതയും ഈ കേക്ക് കട്ട് ചെയ്യുന്നിടത്തേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നു. ഏതായാലും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഭക്തിഗാനം തുടങ്ങിയിട്ട് നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. ഒരു ഗണേശ സ്തുതി. ആനനം ഭൂതഗണാതിസേവിതം കവിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നമഃ നമഃ ശ്രീ മഹാഗണപതി നമഃ. അപ്പൊ നമുക്ക് അടുത്തത് കേക്ക് കട്ട് ചെയ്യാം. ആൻവി കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു.
അക്കി വരുമ്പോ ഫസ്റ്റ് അവർ ആദ്യം ഓമനത്തിനെയും ആശിപ്പിനെയും ആദ്യം പരിചയപ്പെടുത്താം. ഇനി വന്നേ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞാവയുടെ ചോറൂണായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്. ഇന്നലെ ആയിരുന്നല്ലോ. ഇന്നലെ നമ്മുടെ ഏറ്റുമാനൊരു അതിനു മുമ്പ് ചോറും കൊടുത്തു തോന്നല്ലേ? ഇല്ലേ? ബോംബെയിൽ എവിടെ അങ്ങനെ കൊടുത്തില്ലേ? ഇല്ല, നമ്മൾ ഫസ്റ്റ് ഏറ്റുമാനായിരുന്നോ? ഓക്കെ. അപ്പൊ അവിടെ പക്ഷെ ഞാൻ എടുത്തിട്ട് ഇന്നലെ ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്നിട്ട് ആ കുഞ്ഞാവൻ എടുത്തിട്ടുണ്ടല്ലോ, അത് കൊച്ച് എന്റെ കൗളിലൊക്കെ പിടിക്കുക. ആ ഒരു സീനായിരുന്നു. അപ്പൊ ഓക്കെ. അപ്പൊ ആ കുഞ്ഞാവനെ കൂടെ പേര് അവളുടെ അൻവിക. ഇതാണ് നമ്മുടെ ഇവരുടെ ഒരു ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മുടെ വളസനാഥ് ഗ്രൂപ്പിലെ വളസനാഥ് കുടുംബത്തിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ടൂറാണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഓരോരുത്തരായിട്ട് നമുക്ക് ഓമനച്ചൻ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓമനച്ചപ്പ ഞാൻ പോവാം. ആശയുടെയും പിന്നെ ശ്വേതയുടെയും ബന്ധത്തിൽപ്പെട്ട ആൾക്കാരെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. പ്രധാനമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആശയുടെ വീട്ടിൽ നിന്നും ആശയുടെ ബന്ധത്തിൽ നിന്നും ആശയുടെ സിസ്റ്ററാണ് ശോഭ. അവർ 3 സിസ്റ്ററാണ്. മൂത്തത് ആശ, ശോഭ, പിന്നെ ക്ഷമ. അപ്പം രണ്ടാമത്തെ ആളായ ശോഭയും ഫാമിലിയും ഇവിടെ വന്നിട്ടുണ്ട്. പ്ലീസ് ഇവിടെ വരൂ. സിദ്ധു, ഇവർക്ക് ഒരു കുട്ടി കൂടിയുണ്ട്, സഞ്ജന. ഇവർ എല്ലാവരും ദുബായ് ബേസ്ഡ് ആയിരുന്നു. ഇപ്പം ഇവർ ദുബായ് വിട്ടിട്ട് ഇവർ 3 പേരും ബാംഗ്ലൂരിൽ വന്നിരിക്കുന്നു. ഇവർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഇവരും സോമനും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശോഭ ബ്രിട്ടീഷ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോമൻ ഒരു ഡീലർഷിപ്പായിട്ട് മാരുതി ഡീലർഷിപ്പിൻ്റെ ട്രൂ വാല്യൂവിൻ്റെ ഹെഡാണ്. സിദ്ധു പഠിത്തം കഴിഞ്ഞിട്ട് ജോലി പ്രവേശിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. Okay, more Anvika, when I see her, it just reminds me of in the Kunye, first born Magale. So she's very sweet. I just love her. ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരേ ഒരു കല്യാണം ആരും പങ്കുകൂടാതെ നടന്നിരിക്കുന്ന, ഓടിച്ചെന്ന് ഈ കൊറോണയുടെ സമയത്ത് പിടിച്ചുകൊണ്ട് വന്നൊരു പെൺകുട്ടിയാണ് ശ്വേത. യെസ്, ആക്ച്വലി അത് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നത് തന്നെയാണ്. പാടില്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് പോലും ഞങ്ങളുടെ അടുത്തായത് കാരണം 2.5 കിലോമീറ്റർ ദൂരമുള്ളത് കാരണം ഞങ്ങൾക്ക് എങ്ങനെയോ അവിടെ അവരുടെ വീട്ടിൽ എത്തിപ്പെടാൻ പറ്റി. അപ്പം ഞങ്ങൾ 4 പേര്, ആന, ശോഭ, ആശ, അഖിൽ, ആശയുടെ അമ്മ, 4 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ പോയി 4 ട്രിപ്പ് ഞാൻ അടിച്ച് ഒരു കാറെ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വരാനുള്ള സമയത്ത് ഓഫ്കോഴ്സ്
അപ്പോൾ അത് ഒരാളെ താഴെ കാറിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നത്. അപ്പം ആൾക്കാരും പങ്കിടാത്ത ഒരേ ഒരു കല്യാണം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാനായിട്ട് കുറേയേറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ആ ഉദ്ദേശത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയെങ്കിലും ഒരു നല്ല പ്രോഗ്രാം ചെയ്യണമെന്ന് ഒരു മനസ്സിൽ തോന്നി. അപ്പം ഞങ്ങൾക്ക് വന്നൊരു കൊച്ചുകുട്ടിയാണ്. ഞാൻ വിളിക്കുന്നത് എൻ്റെ കുഞ്ഞുഞ്ഞെന്ന് ഞാൻ വിളിക്കും, പ്രിൻസസ് കുഞ്ഞുന്ന് ഞാൻ വിളിക്കും. പിന്നെ ശ്വേതയുടെ കുട്ടുമണി എന്ന് പറയും. പിന്നെ വാട്ട് ഈസ് യുവർ നിങ്ങളുടെ പരിപാവനമായ മുമ്പിൽ വെച്ച് ഈ കുട്ടീനെ ആഹാരം ചോറ് കൊടുക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നിങ്ങളുടെ എല്ലാവർക്കും ആ സഹകരണം നിങ്ങളെ കാണുക, നിങ്ങളവരെ കാണുക, അവരും നിങ്ങളുടേതായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടൊരു അംശമായിട്ട് കണക്കാക്കുന്ന ആ ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ആ ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന് എല്ലാവരെയും ഒത്തൊരുമിച്ച് കാണാനായിട്ടൊരു അവസരം ഉണ്ടാക്കിയത്. ഇനി എന്നാന്നറിയോ, ഇവരെ കല്യാണത്തിനുണ്ടല്ലോ, നമ്മൾ കൊറോണ തുടങ്ങിയ സമയത്ത് നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബോംബെയൊക്കെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോംബെ ഒക്കെ കാണും. ആ ബോംബെ അല്ല, അന്ന് നമ്മൾ ഇപ്പം മുംബൈ ആണെങ്കിലും പണ്ട് ഇപ്പം ബോംബെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും കല്യാണം കൂടാൻ പറ്റും. അപ്പോൾ ബോംബെയിൽ പോയി കല്യാണം കൂടണം, ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പാട്ടൊക്കെ ഇത് ചെയ്ത് അതും പ്രാക്ടീസ് ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് നമ്മൾ സെറ്റാക്കി. അപ്പോഴാണ് കൊറോണ വന്നിട്ട് ആ ഫ്ലൈറ്റ് ടിക്കറ്റും ക്യാൻസലായി, ട്രെയിനും ക്യാൻസലായി, എല്ലാം. അങ്ങനെ ബോംബെ ധാരാവിക കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട്. പക്ഷെ അതെല്ലാം മിസ്സായിപ്പോയി ആ കൊറോണ കാരണം. പക്ഷെ ഈ പരിപാടി മിസ്റ്റർ സന്തോഷ് ആൻഡ് വസുന്ധര, പിന്നെ അവർക്ക് കുടുംബത്തിൻ്റെ കേരളത്തിന് പുറത്താണ്. ഞാൻ ഹോണ്ടയിൽ വർക്ക് ചെയ്തിട്ടാണ്. ഹോണ്ട പാരൻറ്റ് കമ്പനിയിലായിരുന്നു 31 വർഷം. അത് കഴിഞ്ഞിട്ട് 58 വയസ്സ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ വേറൊരു ബോംബെ ബേസ്ഡ് കമ്പനി പെർഫെക്റ്റ് ഹൗസ് ലിമിറ്റഡ് എന്ന പറഞ്ഞ കമ്പനിയുടെ ഞാൻ റീജിയണൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന സൗത്തിൻ്റെ. ഇത് വൈഫ് വസുന്ധര, ഇവരും പാലക്കാട് ജനിച്ചത്, പക്ഷെ അവർ വളർന്നതെല്ലാം ബോംബെയിലാണ്. ഫസ്റ്റ് മോള് സ്വാകൃതി ജനിച്ചത് ബോംബെയിലാണ്. സ്വപ്നിൽ ജനിച്ചത് ലക്നൌവിലാണ്. സ്വാകൃതി 9th സ്പെഷ്യൽ ചൈൽഡാണ്. സ്വാകൃതി ഡാൻസ് കളിക്കാൻ ഭയങ്കര മിടിക്കുകയാണ്. ഞങ്ങളുടെ എന്ത് പ്രോഗ്രാമിലും സ്വാകൃത ഡാൻസ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നടക്കാറില്ല. സ്വപ്നിൽ അവൻ ബിടെക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. അവൻ പഠിപ്പും പിന്നെ അവൻ്റെതായ കലകളും അങ്ങനെയായിട്ട് നടക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് അവിടെ because I'm used to again English in Bangalore. Kannada പഠിച്ചു ബസ്സൊക്കെ എടുത്തിട്ട്. സോ കോളേജിൽ പോയിട്ട് ബസ് കന്നഡ പഠിച്ചു. അതന്നെ അല്ലാണ്ടൊന്നുമില്ല. സോ ചേച്ചി ജസ്റ്റ് കോൾഡ് സെയിങ് ഇതാ ചോറുണ്ട് വന്നോ. സോ ഐ സൈഡ് ഓക്കെ, ടിക്കറ്റ് ബുക്ക് ചെയ്തു. അമ്മയും അച്ഛൻ they also came along the way. That's it. അത്ര തന്നെ, അല്ലാണ്ട് വേറെ ഒരു സ്റ്റോറി ഒന്നുമില്ല. ഒന്നുമില്ല, ഞാൻ ശ്വേതയുടെ കൂടെ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. ശ്വേത ജനിച്ച മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. ഒരു 5 years അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഷി വാസ് വെരി ക്യൂട്ട് ആൻഡ് ഗേൾ. അതേപോലെ അവൾക്കൊരു കുഞ്ഞുണ്ടായി. ഗോഡ് ബ്ലെസ് എവരിബഡി. താങ്ക് യു. വളരെയധികം നന്ദി രേഖപ്പെടുത്താനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു. 3 പിള്ളേരാണ്. ശ്വേത, അതിരുന്നത് ഇത് കൃഷ്ണൻകുട്ടി, ഏറ്റവും മൂത്ത ബ്രദറാണ്. ഉണ്ടായിരുന്നു. ഇത് ചേർത്തി കൊണ്ട് നമ്മൾ ഇത് ചെയ്തില്ല. എന്താ അല്ലല്ല അവിടെ വായിൽ തൊട്ട് കൊടുത്തില്ല. അത് കാരണം ചേട്ടത്തി ക്ഷമിക്കണം. വള്ളത്തിൽ ബോട്ടിൽ ഇല്ലായിരുന്ന നിങ്ങൾ കാണാത്ത എൻ്റെ ബ്രദറാണ് രമ. ഇവർ രണ്ടുപേരും ഞാനിന്ന് ഇവരോട് നിങ്ങൾ പറഞ്ഞിരുന്നു. മകൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഹോസ്പിറ്റലിൽ കുറേ കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. എന്നിട്ട് പോലും അവർ രണ്ടുപേരും വന്നു. കാരണം അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു മാർഗനിർദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ നടത്തിച്ചത്. ഇവർക്കുള്ള രണ്ടാമത്തെ
കുട്ടി എവിടെ വാവച്ചി എവിടെ? യെസ്, ഇവിടെ ഞങ്ങള് അനന്തജിത്ത് സോറി അനന്തശ്രീ എന്നാണ് അവളുടെ പേര്, അനന്തലക്ഷ്മി. രണ്ടുപേരുടെ അറിയത് ഇപ്പോഴും ചെല്ലില്ല. എനിക്ക് വാവച്ചു അല്ലെങ്കിൽ ചിന്നൊന്നും എനിക്ക് അറിയത്തുള്ളൂ പ്രധാനമായിട്ട് ചിലപ്പോൾ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ വേറെ ചിലപ്പോഴത്തേനും മാറിപ്പോന്നിരിക്കും. എൻ്റെ ഇതിൻ്റെ അകത്ത് എൻ്റെ മൊബൈലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴത്തേനും ഉപയോഗിക്കും. കാരണം കണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ അവളുടെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷമാണ് നടന്നത്. അപ്പം ഞങ്ങളെല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഇവരാണ് എൻ്റെ നേരെ മൂത്ത ബ്രദർ, നിങ്ങളെ പരിചയപ്പെടാത്ത ഉള്ളത്. പിന്നെ ആരാ? ബൈജുവിൻ്റെ വൈഫ് മല്ലിക. യെസ്, നീ ബോഡി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും വലിയ ഒരു സിസ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു ബോട്ടിൽ വെച്ച്. അത് അവരുടെ യെസ് ബിമൽ ഡീറലൈറ്റ് അടിക്കണം, ഫോൺ നമ്പർ ഉൾപ്പെടെ വരും. എൻ്റെ ഭാര്യ അവിടെ ആ മൂലക്ക് ഇരിപ്പുണ്ട്. ഒന്ന് എണീറ്റ് ഒരു മോളുണ്ട്, ഒരു ചെറുക്കനുണ്ട്. ഓക്കെ. ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറെ നേരമായി പിടിച്ചെടുക്കാൻ. ഈ വാ. ഞങ്ങൾ രണ്ടും കൂടി പാടിയിരുന്നൊരു പാട്ടാണ്. അപ്പൊ അപ്പച്ചൻ ഉണ്ടെങ്കിൽ അപ്പച്ചനോട് കൂട്ടി പാടിക്കാന്ന് വിചാരിച്ചപ്പോ അങ്ങനെ വിചാരിച്ചതാണ്. പക്ഷെ ബോട്ടിൽ വന്നപ്പോ അപ്പച്ചൻ വരുമോ ഇല്ല എന്നുള്ള ഒരു സംശയം ആയതുകൊണ്ട് ഞാൻ അന്നേരം അങ്ങോട്ട് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പച്ചന് വരാൻ പറ്റുമോ, പാടാൻ പറ്റുമോ? മുന്നോട്ട് നിന്ന് ആങ്കർ ചെയ്ത് എല്ലാവരെയും പരിചയപ്പെടുത്തുകയും സരസമായിട്ട് എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ പ്രായത്തിൻ്റെ കടന്നാക്രമവും ഒപ്പം തന്നെ ചെറിയ അസുഖവും ഒക്കെ കാരണമാണ് ഞാൻ മൂലയിലേക്ക് ഒതുങ്ങിയത്. പേര് വിളിച്ച് മോൻ്റെ പേരാണ് തീർത്ത് അവനെ വിളിച്ചു കൊടുത്തു. മോനായുടെ പേര് ബിപിൻ കൃഷ്ണ എന്ന്, അത് ഞാനിട്ട പേരാണ്. ബിപിൻ സാധാരണ ഈ നാട്ടിൽ നമ്മുടെ മലയാളം നാട്ടിൽ എന്നുള്ള വാക്കേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ചതായതുകൊണ്ട് ബിപിൻ കൃഷ്ണ എന്നുള്ള പേരിട്ട് അവരുടെ അനിയൻ്റെ പേര് ബോബിൻ കൃഷ്ണ എന്നാണ്, അവരുടെ വീട്ടിൻ പേര് ശ്രീകൃഷ്ണ എന്ന്. ഇതൊക്കെ ഞാൻ എൻ്റെ വായിൽ നിന്നും എൻ്റെ മനസ്സുകളിൽ നിന്ന് വന്നിട്ടുള്ള പേരുകളാണ്. ബിപിൻ അത് ഞാനാ കേട്ടോ. അപ്പോഴാണ് ഇവന് ബോധം വരുന്നത് ബിപിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്തെ പല ഓർമ്മകളും ഇങ്ങനെയുണ്ട്. ഇതെല്ലാം വർത്താനം പറയുകയും പാട്ട് പാടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടി
ഹേമത്തിൻ കുളിർമാരിനി ഹേമാനമേ നൽകൂ നീ നയനങ്ങൾ ഓർമ്മയിൽ ഒരു യാതൊരു രക്ഷയില്ല. ഓമളവേള എങ്ങും മലർശരൻ ആടുന്ന വേള ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള എങ്ങും മലർശരൻ ആടുന്ന വേള ചൊരിയും പുഷ്പപരാഗത്താൽ ഈ ആശാവനം നിറയുന്നു ചൊരിയും പുഷ്പപരാഗത്താൽ ചൊരിയും പുഷ്പപരാഗത്താൽ ഈ ആശാവനം നിറയുന്നു നാനാ സുഖ സ്വപ്നത്തിൻ വസന്തം മാനം കാണുന്നു മധുകാലലീല നമ്മൾക്കുള്ളിൽ എങ്ങും മലർശരൻ ആടുന്ന വേള ചിന്നും വെൺതാരത്തിൽ ആനന്ദവേള എങ്ങും മലർശരൻ ആടുന്ന വേള എങ്ങും മലർശരൻ ആടുന്ന വേള. അതിനേക്കാളും ഗിരിജത് ഓർത്തിരുന്നത് ഒരു അത്ഭുതം തന്നെ. ചാണകം മെടിക്കാൻ ചായപ്പിൻ്റെ വരാന്തയിൽ ഇരുന്നുകൊണ്ടും ഓല ഒരു ഗതകാല ഓർമ്മയുടെ നല്ലൊരു സന്ദർഭം ഗിരിജയോടെ നടന്നതിന് സന്തോഷം. വളരെ നന്ദി. വാനിൽ തിളങ്ങുന്ന ചന്ദ്രനെ പോലുള്ള ഭാഷയാം നമ്മുടെ മലയാളം ഭാഷയാം നമ്മുടെ മലയാളം മാതൃത്വം പോലുള്ള ശ്രേഷ്ഠത കൈവന്ന കൈരളി തറവാടിൻ അഭിമാനം കൈരളി തറവാടിൻ അഭിമാനം മലകൾ മനോഹരമാക്കിയ മാലോകർ മടിയാതെ മൊഴിയുന്നു മലയാളം മടിയാതെ മൊഴിയുന്നു മലയാളം ഒട്ടും പിഴയ്ക്കാതെ ആശാൻ പഠിപ്പിച്ച 51 അക്ഷരം മലയാളം 51 അക്ഷരം മലയാളം അഭിമാനപൂരിതമാക്കിയ മാവിൻ്റെ മധുരക്കനിയെ അമൃതാക്കി മാറ്റിയ മലയാളം അമൃതാക്കി മാറ്റിയ മലയാളം മാതൃഭാഷ പിന്നെ ഭരണഭാഷ പിന്നെ ശ്രേഷ്ഠ ഭാഷ ഇന്ന് നമ്മുടെ നാടിൻ്റെ മലയാളം നമ്മുടെ മലയാളം കവിത്രയങ്ങൾ അനശ്വരമാക്കിയ നമ്മുടെ ഭാഷ മലയാളം നമ്മുടെ മലയാളം നമ്മുടെ മലയാളം നമ്മുടെ മലയാളം. തീം ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് വീട്ടിൽ അച്ഛനൊക്കെ ആലപ്പണി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുകയും അത് കുറച്ച് വൈറലാവുകയും ചെയ്തു. അതുകൊണ്ട് ഒത്തിരി അപ്രീസിയേഷനൊക്കെ കിട്ടി. അപ്പം ഒരു ജോലിയും ചെറുതല്ല. ഇത്രയും ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നും പ്രണയപ്രവാഹമായി വന്നു അതികൂട സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു പ്രഥമോദ ബിന്ദുവായി തീർന്നു നിമിഷങ്ങൾ തൻ കൈകൂടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി പുരുഷാന്തരങ്ങളെ ഓർമ്മയിൽ കൊള്ളിക്കും പീയൂഷവാഹിനിയായി പീയൂഷവാഹിനിയായി
സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതികൂട സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു. എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി ബോധമഗോധമായി മാറും ലഹരിത ചേതപരാഗമായി മാറി. ചേതപരാഗമായി മാറി. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതികൂട സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഒരു ജോക്ക് അത് എനിക്ക് ആരോ പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ചിരിക്കണേ. ഓക്കെ, അല്ല പറഞ്ഞ് ആദ്യം പറയിപ്പിക്കുക. അല്ലെങ്കിൽ അതായത് ഡൽഹിയിൽ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു യൂറോപ്യ ഒരു അമേരിക്കയിലുള്ള ഒരാൾ വന്നിട്ട് ഡൽഹിയിൽ ഇറങ്ങി അയാൾക്ക് ഡൽഹി എല്ലാം കാണണമായിരുന്നു. അപ്പോൾ ഡൽഹി കാണുന്ന എന്താ ചെയ്യാൻ അപ്പം അന്വേഷിച്ച സമയത്ത് പറഞ്ഞു നിങ്ങൾ ബസ്സിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ബസ്സിലൊന്നും ഞാൻ പോയില്ല, എനിക്ക് അങ്ങനെയുള്ള ശീലമൊന്നുമില്ല, ഞങ്ങളൊക്കെ ഭയങ്കര റോയലായിട്ട് പിന്നെ ജീവിച്ച് ശീലിച്ച ആൾക്കാരാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് ഫൈനലി അയാൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ശരി ടാക്സി എടുക്കാൻ ആരോ സജസ്റ്റ് ചെയ്തു. നിങ്ങൾ ടാക്സി ഹയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു നല്ലൊരു ടാക്സി ഹയർ ചെയ്ത ആൾ ടാക്സി ഹയർ ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രൈവർ ഓരോ സ്ഥലത്ത് കൊണ്ട് ഡ്രൈവർക്ക് പറഞ്ഞു എനിക്ക് ഡൽഹിയിലെ എല്ലാ സ്ഥലവും കാണിച്ചു തരും, വൈകുന്നേരം വരെ സമയമുണ്ട്, പിന്നെ ഡൽഹിയിൽ പിന്നെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്നെ കൂട്ടിയിട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഡ്രൈവർ ഓക്കെ പറഞ്ഞു. ഡ്രൈവർ ഒരു സർദാർജി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കൂട്ടിയിട്ട് പോയി ആദ്യം ഫസ്റ്റ് കുത്തബ് മിനാറിന് തുടങ്ങി. കുത്തബ് മിനാറിനെ അവിടെ കൊണ്ടിട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇതാണ് കുത്തബ് മിനാർ, ഇന്നാൾ നിർമ്മിച്ചാണ്, അതെല്ലാം അങ്ങനെ. അപ്പോൾ ഈ അമേരിക്കക്കാരൻ പറഞ്ഞു ഓ ഇയാൾ പറഞ്ഞു ഇത് കുത്തബ് മിനാർ നിർമ്മിക്കാൻ വന്നിട്ട് ഏകദേശം 3-3.5 വർഷം എടുത്തു, നിർമ്മിച്ച ആൾക്കാർ ഇവരൊക്കെയാണ് പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഓ ഇങ്ങനെയാ, എൻ്റെ അമേരിക്കയിലാണ് ഞാൻ 2 വർഷം കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശരി ഓക്കെ. അത് കഴിഞ്ഞ് ലോട്ടസ് ടെമ്പിളിൽ പോയി. ലോട്ടസ് ടെമ്പിളിൽ പോയ സമയത്ത് പറഞ്ഞു ഇത് പണിയാൻ വേണ്ടിയിട്ടൊരു 2 വർഷം എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. ഓ അതെയോ 2 വർഷം എടുത്തോ? എൻ്റെ നാട്ടിലാണ് പറഞ്ഞത് 1.5 വർഷം കൊണ്ട് പണിയും. ശരി, അപ്പോൾ അടുത്തത് സർദാർജി ഇയാൾ എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കമ്മി പറയാണ്. നെക്സ്റ്റ് അയാൾ പോയിട്ട് പാർലമെൻറ്റ് ഹൗസിലാണ് പോയത്. പാർലമെൻറ്റ് ഹൗസിൽ പോയിട്ട് ഇത് പാർലമെൻറ്റ് ഹൗസാണ്, ഇത് പണിയാൻ വേണ്ടിയിട്ട് 1 വർഷം എടുത്തു. ഇതിന് 1 വർഷം എടുത്തോ? ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ 9 മാസം കൊണ്ട് പണിയും. അത് കഴിഞ്ഞ് അയാൾ ഇന്ത്യ ഗേറ്റിലവിടെ നിർത്താതെ പോയി ഈ സർദാർജി. ഇതെന്താ ഇവിടെ വലിയൊരു ഇത് കാണണ്ടല്ലോ, എന്താ നിർത്താതെ പോണെന്നോ? ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെയെന്നോ? മനസ്സിലായില്ല, ആരും ചിരിക്കാനേ തോന്നിയില്ല. ഇല്ല. ഇപ്പൊ സർദാർജി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളടുത്ത് ഇപ്പൊ എല്ലാ വർഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ കമ്മിയാക്കി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും പക്ഷെ ഇത് ഓവർനൈറ്റ് ഉണ്ടാക്കിയതാണെന്ന് പറയണം സർദാർജി അയാളുടെ ബുദ്ധി വെച്ചിട്ട്. ശരിക്കും അവിടെ ഒരു കയ്യടി. ഇത്തിരി വേഗം നടന്നു ഞാൻ സന്ധ്യയിൽ, ഒറ്റക്കിരിക്കുവാൻ പേടിയാണമ്മയ്ക്ക്. ഇത്തിരി വേഗം നടന്നു ഞാൻ സന്ധ്യയിൽ, അങ്ങു പടിഞ്ഞാറു ചക്രവാളത്തിലെ അന്തിച്ചുവപ്പു പറഞ്ഞൊരാവേളയിൽ. ഒറ്റക്കിരിക്കുവാൻ പേടിയാണമ്മയ്ക്ക്, ഇത്തിരി വേഗം നടന്നു ഞാൻ സന്ധ്യയിൽ, അങ്ങു പടിഞ്ഞാറ് ചക്രവാളത്തിലെ അന്തിച്ചുവപ്പൂ മറഞ്ഞൊരാവേളയിൽ. തെല്ലുദൂരെ പടിവാതിൽ കണ്ടു ഞാൻ
മെല്ലെ ഇളകും നിഴൽ പോലെയാ മുഖം, ചുറ്റുമുണ്ടിൽ മടിക്കുത്തിൽ ഒളിപ്പിച്ച ശർക്കരയച്ചും അവിലുമായമ്മയെ. തെല്ലു ദൂരെ പടിവാതിൽ കണ്ടു ഞാൻ, മെല്ലെ ഇളകും നിഴൽ പോലെയാ മുഖം, ചുറ്റുമുണ്ടിൽ മടിക്കുത്തിൽ ഒളിപ്പിച്ച ശർക്കരയച്ചും അവിലുമായമ്മയെ. പാഠം കഴിഞ്ഞു വരമ്പു തീർന്നു എൻ്റെ നാവിൽ മധുരം തുളുമ്പി തുടങ്ങവേ, ഒട്ടുവേഗം പടിക്കപ്പുറമെത്തി ഞാൻ ചുറ്റിലും അമ്മയെ തേടുന്ന കണ്ണുമായി. പാഠം കഴിഞ്ഞു വരമ്പു തീർന്നു എൻ്റെ നാവിൽ മധുരം തുളുമ്പി തുടങ്ങവേ, ഒട്ടുവേഗം പടിക്കപ്പുറം എത്തി ഞാൻ ചുറ്റിലും അമ്മയെ തേടുന്ന കണ്ണുമായി. ഒറ്റയ്ക്കിരിക്കുവാൻ പേടിയാണമ്മയ്ക്ക്, പെട്ടെന്നൊരു പക്ഷി പാടി പറന്നുപോയി. തെക്കുഭാഗത്തെ ഇരുളിൽ നിന്നമ്മതൻ ഒച്ചയില്ലാത്തൊരു ഗദ്ഗതം കേട്ടു ഞാൻ. ഒറ്റയ്ക്കിരിക്കുവാൻ പേടിയാണമ്മയ്ക്ക്, പെട്ടെന്നൊരു പക്ഷി പാടി പറന്നുപോയി. തെക്കുഭാഗത്തെ ഇരുളിൽ നിന്നമ്മതൻ ഒച്ചയില്ലാത്തൊരു ഗദ്ഗതം കേട്ടു ഞാൻ. ഞെട്ടിത്തരിച്ചു പിടഞ്ഞെഴുന്നേറ്റുടൻ, ഞെക്കു വിളക്കു തെളിച്ചു തിരയുവാൻ. ഒക്കെയൻ സ്വപ്നമാണെന്നറിയാതെ ശർക്കര പൊട്ടിനായി കൈനീട്ടി നിന്നു ഞാൻ. ഞെട്ടിത്തരിച്ചു പിടഞ്ഞെഴുന്നേറ്റു ഞാൻ, ഞെക്കു വിളക്കു തെളിച്ചു തിരയുവാൻ. ഒക്കെയൻ സ്വപ്നമാണെന്നറിയാതെയാ ശർക്കര പൊട്ടിനായി കൈനീട്ടി നിന്നു ഞാൻ. സൂപ്പറാണെന്ന് ഞാൻ പറയാം, നിങ്ങൾ കേട്ട് ആസ്വദിച്ചിട്ടാന്ന് വിചാരിക്കും. താങ്ക് യു വെരി മച്ച്. जिंदगी का मजा ये